ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് റീൽസ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം. വീഡിയോയിലോട്ട് പോകാം. സ്കൂളിൽ പാട്ട് പാടും. അവൻ പിടിച്ചവൻ ഒറ്റയ്ക്ക് ഇന്ന് പാടുന്നടാ. അവനവിടെ അനങ്ങാതെ നിൽക്കുന്നു. എന്തൊരു കൂട്ടുകാരനാടാ നീ, അവനെ പറഞ്ഞു പറ്റിക്കുവായിരുന്നു എല്ലാവരുടെ മുമ്പ് വെച്ച്. സിംഗ് അച്ചോ ബ്രോ. പുള്ളിക്കാരൻ എന്തായാലും ആദ്യമേ കാണിച്ച വേഷത്തിനെ കാട്ടി ചേർന്ന് എന്തുകൊണ്ടും ഇത് തന്നെയാന്ന് തോന്നുന്നത്. ഓ, ഇത് കാണാൻ നേരത്ത് എനിക്ക് മാത്രമാണ് ഒരു ക്രിഞ്ച് ഫീല് വരുന്നത്. അതോ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കൊള്ളാടാ, കൊള്ളാം. ഇവന്മാരുടെ തൊലിക്കട്ടി സമ്മതിക്കണം കേട്ടോ, എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെ. എല്ലാരും അവിടെ നോക്കിയിരിക്കും ഇവന്റെ ആട്ടം എപ്പോൾ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് വേണം അവർക്കെല്ലാം ആ വഴി കൂടെ പോകാൻ. എന്റെ ആട്ടം അവിടെ നിന്നില്ലെങ്കിൽ അവരുടെ പോക്കും നടക്കത്തില്ല. ഇവനെ പോലെയുള്ള കുറച്ച് വാണപ്പുള്ളിങ്കോസ് കാരണമാണ് നല്ല നല്ല ആൾക്കാരും കൂടെ വഴി കേൾക്കുന്നത്. അല്ലെ പിന്നെ എന്തോ പറയാൻ ഈ പേക്കൂത്ത് കാണിക്കുന്നതിനൊക്കെ. എന്തോ ഇവനെ വയറിനകത്ത് കയറ്റി വെച്ചേക്കുന്നേ. എന്തായാലും കൊച്ചു ചേർക്കാനല്ലേ, വിട്ടേക്കാം. പ്രായത്തിന്റെ ചെറിയ ചെറിയ കുഴപ്പമല്ല, ഒന്നുമല്ല. യോ, പിന്നെ ഇത് കാട്ടിലാണ് കയറി നിൽക്കുവാണോ വീഡിയോ എടുക്കാൻ വേണ്ടി? ഇതിന് വല്ല ഷോർട്ട് ഫിലിം വല്ല എടുത്തോണ്ടിരിക്കുവായിരിക്കും. എന്തായാലും എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 55 ശിഷ്ടോ? ആ ചെവിയുടെ അവിടെ വെച്ചേക്കുന്ന തിരി ഒന്ന് കത്തിച്ചു വിട്ടാ മതി, പ്രശ്നമെല്ലാം തീരാൻ വേണ്ടി. ഞാനത് കഴുകി കളഞ്ഞു, ഇപ്പൊ അടക്കാൻ വെച്ചിരിക്കുക. ഹാർഡ് സ്കാറെങ്കിലും കഴുകൂ. എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ബോർഡിറക്കം. നിനക്ക് എന്താ അമർദേച്ചി എന്ന് വെച്ച +1 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആളാ. അമ്മേ, അമ്മേ, പൊന്നോ, കണ്ണെല്ലാം വെളി വന്നു. അമ്മേ, ഹാർഡ് ഡിസ്ക് വെള്ളത്തിൽ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുക. നോക്ക്. അതൊക്കെ ചെറിയ ചെറിയ തെറ്റല്ലേടാ, നീ അങ്ങ് ക്ഷമിച്ചോടാ. അമർദേച്ചിയുടെ കെട്ടിയവനല്ലേ നീ. ആ അടുത്ത. ഓ തള്ള തുടങ്ങി. അവിടെ ഇവർക്ക് എന്താണോ അവരെ ഒരുമിച്ചിരുന്ന് കഴിച്ച കുഴപ്പം? ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുപോലുള്ള ടീമിനെ എല്ലാത്തിനെയും വീട്ടിൽ നേരത്ത് കളയണം. റൊമാൻസ് അർജുൻ. ഓ, പിള്ളേര് വന്ന് നശിപ്പിച്ച് ഇനി അർജുൻ എങ്ങനെ റൊമാൻറ്റിക് ആവുന്ന എന്തോ. വേണ്ട, നിങ്ങൾ പോയി അമ്മയോടൊപ്പം കിടക്കും. ഈ പോക്ക് പോവാണെങ്കിൽ അർജുന്റെ കാര്യം ഏകദേശം തീരുമാനമാകും. ഇതുപോലൊരു സന്തതിയാണ് ജനിക്കുന്നെങ്കിൽ എനിക്ക് അച്ഛനാവണ്ട. ജനിക്കുന്ന കുഞ്ഞിങ്ങനെയാണെങ്കിൽ അവൻ അച്ഛനാവണ്ട. അല്ല, ജനിക്കുന്ന കുഞ്ഞ് അങ്ങനാണെങ്കിൽ അച്ഛനാവണ്ടെന്ന് ഇവനീ പറയുന്നത്. അതിനാ കൊച്ചിന്റെ അച്ഛൻ ഇവൻ തന്നെയാണോ? സോറി പറഞ്ഞ പോലെ അർജുൻ എന്ന് വെച്ചാ കഴിവെന്ന് വെച്ചാൽ കഴിവ് കൂടിയ വ്യക്തി. അപ്പം അത് തന്നെ കറക്റ്റാ. മാമ്പഴം എടുത്തത് ഞാനാണ്. എന്താ നീ പറഞ്ഞത്? ഒരു മാങ്ങ എടുത്തോണ്ട് പോയാനാണ് ഇത്ര സീൻ അവിടെ ഉണ്ടാക്കിയത്. എന്തായാലും ചന്ദനമഴ സീരിയലിലേക്ക് കാര്യം പറയുവാണെങ്കിൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. തീർന്നെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയത്തില്ല തീർന്നോ ഇപ്പോഴും അതോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമില്ല. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. പിന്നീട് വീഡിയോ ഇടുന്നതൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് ലാഗാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ സ്കൂൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.